വീട്ടിലേക്കുള്ള വഴി മറന്നുപോയ മനുഷ്യന് വർഷങ്ങൾക്ക് ശേഷം തൻ്റെ വഴി ഓർമ്മ വന്നതുപോലെ ശിവയോഗിയുടെ ആശ്രമത്തിൽ വെച്ച് അർച്ചനയുടെ ഓർമ്മകൾ എനിക്കും തിരിച്ചു കിട്ടിയതാ. നിന്റെ അച്ഛനെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ നെഞ്ച് തകരുക. അച്ഛൻ്റെ ആത്മാവ് ഇവിടെ തന്നെയുണ്ട് മോളെ. അവന്തികയെ തകർക്കണമെങ്കിൽ അവരുടെ രഹസ്യങ്ങൾ ആദ്യം കണ്ടെത്തണം. അതിന് ഈ വീടിന്റെ അടുക്കളയിൽ മാത്രം നിന്നാ പോരാ. പിന്നെ നീ എന്താ ഉദ്ദേശിക്കുന്നേ? അവളുടെ ബിസിനസ്സിലേക്ക് നുഴഞ്ഞു കയറണം. എന്നുവെച്ചാ അവരുടെ ഓഫീസിലേക്ക് കയറി പറ്റണം. അതിനുള്ളൊരു വഴി ഞാൻ കണ്ടിട്ടുണ്ട്. എന്തു വഴി? അതൊക്കെ ഉണ്ട്. ഞാൻ പറയുന്ന പോലെ അമ്മ അങ്ങ് ചെയ്താൽ മതി. എല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ വരും. എൻ്റെ അനിരുദ്ധേട്ടൻ്റെ ആത്മാവിന് മോക്ഷം കിട്ടാൻ ഞാൻ എന്തും ചെയ്യും, എന്തും. മോളിപ്പോൾ കണ്ടില്ലേ ആരതി മോള് സച്ചിയെ നോക്കുന്നത് എങ്ങനെയാന്ന്? അവളൊരു നല്ല കുട്ടിയാ. അവക്ക് സച്ചിയെ വലിയ ഇഷ്ടാ. അവരൊന്ന് മൂളി കിട്ടിയാൽ മതി, ഞങ്ങൾ ആ കല്യാണം നടത്തി കൊടുക്കും. നീ അല്ലാതെ മറ്റൊരു പെണ്ണ് ഇനി അവന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. 2 മുറികളിലുള്ള ഈ ജീവിതം അവസാനിപ്പിച്ച് ഇനിയെങ്കിലും നിങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് പോയേ പറ്റൂ. ഇനിയെങ്കിലും നീ യഥാർത്ഥ ഭാര്യയാവണം. നിങ്ങൾ ഒരുമിച്ച് ജീവിക്കണം. നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവണം. അമ്മ പറഞ്ഞതുപോലെ ഗൂഗിളിനൊപ്പം ജീവിക്കാൻ എനിക്കെങ്ങനെ സാധിക്കും? ഞാൻ എത്ര ശ്രമിച്ചാലും ഗൂഗിൾ ആഗ്രഹിക്കുന്ന പോലെ ഗൂഗിളിൻ്റെ ഭാര്യയാവാൻ ഒരു കാലത്തും എനിക്ക് പറ്റില്ല. കുടുംബം കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നതിനെയാണല്ലോ കുടുംബം എന്ന് പറയുന്നത്. ആ ഇമ്പം നഷ്ടപ്പെട്ടാലോ? അപ്പോൾ അത് കുടുംബമാവുമോ? ഞാനിങ്ങനെ പെരുമാറും തോറും അത് ഗൂഗിളിനെ കൂടുതൽ കൂടുതൽ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇത് തുടർന്നു പോയാൽ സച്ചേട്ടൻ്റെ ജീവിതത്തിലുള്ള എൻ്റെ സ്ഥാനം ചിലപ്പോൾ ആരതി കൈയടക്കും. ഇതിനൊരവസാനം കണ്ടേ പറ്റൂ. എല്ലാം എനിക്ക് തുറന്നു പറയണം. പക്ഷെ ആരോട് പറയും? ഗൂഗിളിനോട് പറയാൻ രാജീവ് സമ്മതിക്കില്ല. ആരോടെങ്കിലും പറയാതിരുന്ന
എല്ലാം നശിക്കുകയും ചെയ്യും. ഹലോ, ഞാൻ സംവൃത്തിയ. എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് കാണണം. നാളെ രാവിലെ തന്നെ. എന്താ സമൃദ്ധപ്പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞ് ഗൂഗിൾ സാറിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്ക് പറയാനുള്ളത് എന്നെക്കുറിച്ചാ. ആരതിക്ക് എപ്പോഴെങ്കിലും വഴിമറന്ന് യാത്ര ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? മനസ്സിലായില്ല. പണ്ടൊരു കഥ വായിച്ചത് ഓർമ്മയുണ്ട്. വീട്ടിലേക്കുള്ള വഴി മറന്നുപോയ ഒരാൾ വർഷങ്ങളോളം മറ്റൊരു വഴിയിലൂടെ നടന്നു. പഴയ വഴി അയാൾ മറന്നുപോയി. വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞു. ഒരു ദിവസം അയാൾക്ക് സ്വയം മനസ്സിലായി തൻ്റെ യഥാർത്ഥ വഴി ഇതല്ല എന്ന്. തിരിച്ചു നടക്കാൻ ശ്രമിച്ചു, പക്ഷെ കഴിഞ്ഞില്ല. കാരണം വർഷങ്ങളോളം അയാൾ ജീവിച്ച പുതിയ വഴിയിൽ അയാൾക്ക് പ്രിയപ്പെട്ട പലതും ഉണ്ടായിരുന്നു. അത്ര പെട്ടെന്ന് അതൊന്നും ഉപേക്ഷിച്ച് തിരിഞ്ഞു നടക്കാൻ അയാൾക്ക് പറ്റുമായിരുന്നില്ല. അല്ല, എന്തിനാ ഈ കഥ ഇപ്പൊ എന്നോട് പറയുന്നത്? ഞാനും അതുപോലൊരവസ്ഥയില്ല. ശിവയോഗിയുടെ ആശ്രമത്തിൽ വെച്ച് എന്താ സംഭവിച്ചെന്ന് ആരതിക്ക് ഓർമ്മയില്ലേ? അർച്ചന, 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 എന്താ നിങ്ങൾ കാണിച്ചേ? ആരാ നിങ്ങള്? വീട്ടിലേക്കുള്ള വഴി മറന്നുപോയ മനുഷ്യന് വർഷങ്ങൾക്ക് ശേഷം തൻ്റെ വഴി ഓർമ്മ വന്നതുപോലെ ശിവയോഗിയുടെ ആശ്രമത്തിൽ വെച്ച് അർച്ചനയുടെ ഓർമ്മകൾ എനിക്കും തിരിച്ചു കിട്ടിയതാ.